നമസ്കാരം. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയിൽ തീരുമാനം കൈക്കൊള്ളാൻ തന്നെ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം ഉടൻ യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ തുടക്കം കുറിച്ച രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളിൽ ഇതുവരെ പുരോഗതിയില്ല. ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ 2 നാൾക്കകം യോഗം ചേർന്നാകും വെടിനിർത്തൽ തുടർച്ച സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുക. ഗസയിൽ ആക്രമണം പുനരാരംഭിക്കണമെന്ന തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ സമ്മർദ്ദം തുടരവെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. എല്ലാ ബന്ദികളുടെയും മോചനം ഉറപ്പാക്കുക ലക്ഷ്യമാണെന്നാണ് US പര്യടനം കഴിഞ്ഞ ഇസ്രായേൽ തിരിച്ചെത്തിയ നെതന്യാഹു പറഞ്ഞത്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ അമേരിക്ക എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ നെതന്യാഹു ട്രംപിന്റെ ഗസ പദ്ധതി തന്നെ നടപ്പാക്കുമെന്നും പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിലെ 5ാം ബന്ദി മോചനവും ഫലസ്തീനി തടവുകാരുടെ കൈമാറ്റവും പൂർത്തിയായതോടെ ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രതിനിധി സംഘം ദോഹയിലെത്തി. അവശേഷിച്ച 76 ബന്ദികളെ കൂടി ഹമാസ് കൈമാറേണ്ടതുണ്ടെന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് അറിയിച്ചത്. ആദ്യഘട്ട കരാറിന്റെ ഭാഗമായി നെറ്റ്സരീം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായി പിൻവാങ്ങിയതോടെ കൂടുതൽ ഫലസ്തീനികൾ തന്നെ തങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങിയെത്തി. ഗസയുടെ വടക്ക് തെക്ക് ഭാഗങ്ങളെ വേർതിരിക്കുന്നതാണ് നെറ്റ്സരീം ഇടനാഴി. ഫലസ്തീനികളെ ഗൾഫ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഇസ്രായേൽ ഊർജ്ജ മന്ത്രി എലി കോഹൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭൂമുഖത്ത് ഒരു ശക്തിയും ഫലസ്തീനികളെ പുറന്തള്ളാനാകില്ലെന്ന് തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഞായറാഴ്ച നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 23-കാരിയായ ഗർഭിണി ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. തടവിലാക്കിയ ബന്ദികളെ കൈമാറുമെന്ന് ഹമാസും ഇസ്രായേലും അറിയിച്ചു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടിക്കെതിരെ വിമർശനമുയരുന്നു. തടവിലാക്കിയ 3 ഇസ്രായേൽ ബന്ദികളെ കൂടി കൈമാറുമെന്ന് ഹമാസ് പറഞ്ഞു. 183 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാമെന്ന് ഇസ്രായേലും അറിയിച്ചു. ഇസ്രായേലികളായ ഒഹാദ് ബെൻ ആമി, എലി ഷറാബി, ഓർ ലെവി എന്നിവരെയാണ് വിട്ടയക്കുന്നത്. മാനുഷിക സഹായങ്ങൾ ഗസയിലേക്ക് എത്തിക്കുന്നത് തടഞ്ഞ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന ആരോപണങ്ങൾക്കിടെയാണ് ബന്ദി കൈമാറ്റത്തിന് ധാരണയായത്. ഇതിനിടെ ഫലസ്തീൻ പുനരുദ്ധാരണ പദ്ധതി ഉടൻ നടപ്പിക്കാൻ അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് തിടുക്കമില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുദ്ധത്തിന് ശേഷം ഗസ US ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പ്രസ്താവന. അതേസമയം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടിക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. നീതിന്യായ വ്യവസ്ഥയെ തകർക്കുന്ന നടപടിയാണെന്ന് യൂറോപ്യൻ യൂണിയന്റെ മുന്നറിയിപ്പുമുണ്ട്. US ഹൌസ് സ്പീക്കർ മൈക്ക് ജോൺസനെ ബെന്യാമിൻ നെതന്യാഹു ഇസ്രായേലിലേക്ക് ക്ഷണിച്ചു. വാഷിംഗ്ടണിലെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ ക്ഷണം. ഫലസ്തീനികളെ പുറത്താക്കാനാണ് പ്ലാനെങ്കിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത അവരുടെ സ്വന്തം മണ്ണിലേക്കാകണമെന്ന് മുൻ സൗദി ഇന്റലിജൻസ് മേധാവി കൂടിയായ തുർക്കി അൽ ഫൈസൽ പറഞ്ഞു. ഇസ്രായേലിനെ പിന്തുണച്ച USനെതിരെ എണ്ണ ഉത്പാദനം നിർത്തി വെച്ച് ലോകത്തെ ഞെട്ടിച്ച ഫൈസൽ രാജാവിന്റെ മകൻ, സൗദിയുടെ മുൻ US അംബാസഡർ, സൗദിയിലെ ഉപദേഷ്ടാവ്, ഇന്റലിജൻസ് വിഭാഗം മുൻ മേധാവി എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ.